ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ശ്രീ ദുർഗാ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മേട വിഷു സംക്രമ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, ക്രിസ്തുവർഷം 2025 ഏപ്രിൽ മാസം 14-ാം തീയതി, നേരം പുലർന്നു വരുന്നത് തിങ്കളാഴ്ച ദിവസവും രാത്രി 3:21 ചോതി നക്ഷത്രത്തിൽ 1-ാം പാദവും കൂടിയ നേരം, കൃഷ്ണപക്ഷത്തിലെ പ്രഥമ ദ്വിതീയ വരാഹകരണം വജ്രനാമോദ്യവും കൂടി അന്നേ ദിവസം, ഭൂമി ഭൂതോദയം കൊണ്ട് മേടരവി സംക്രമം. ഗോചരം ഒന്ന് സൂചിപ്പിക്കട്ടെ. ശനി, ശുക്രൻ, ബുധൻ, രാഹു ഇവർ മീനത്തിലും, ബുധൻ മെയ് 7 ശേഷം മേടത്തിലേക്കും, വ്യാഴം ഇടവത്തിലും, മെയ് 14 ശേഷം മിഥുനത്തിലേക്കും, രവി മേടത്തിലും കുജൻ കർക്കിടകത്തിലും സഞ്ചരിക്കുന്ന ഈ വിഷുഫലത്തിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യകാൽഭാഗം ചേർന്ന മേട രാശിക്കാർക്ക് അഥവാ മേടക്കൂറുകാർക്ക് പൊതുവിൽ ഈ വർഷം എങ്ങനെയെന്ന് നോക്കാം. മേടൻ രാശിക്കാർക്ക് വളരെ വിശേഷ സ്ഥാനമാനങ്ങളും ബഹുമാനാദികളും ജനപ്രീതിയും വന്നു ചേരുന്ന കാലമാണ്. വിശേഷമായിട്ടുള്ള വസ്ത്ര ആഭരണ ലാഭങ്ങൾ വന്നു ചേരും, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാം. വിശേഷ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ലാഭം പ്രതീക്ഷിക്കാം. ചില രോഗങ്ങൾ അലട്ടാൻ ഇടവരുന്നൊരു കാലം കൂടിയാണ്. ദേഹാധ്വാനം കൂടുതലായി അനുഭവത്തിൽ വന്നേക്കാം. ചില കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ നാശത്തിലും കലാശിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ രോഗങ്ങളോ രക്തസ്രാവ സംബന്ധമായ രോഗങ്ങളോ വരാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ മേടൻ രാശിക്കാർ അനാവശ്യമായ സുഹൃത്ത് ബന്ധങ്ങളിൽ പോയി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കഷ്ടതകൾ സൂചിപ്പിക്കുന്നു എങ്കിലും ധനപരമായ പല നല്ല ഗുണങ്ങളും മേടൻ രാശിക്കാർക്ക് ഈ വർഷം വന്നു ചേരും. എന്നിരുന്നാലും ധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കബളിപ്പിക്കപ്പെടാതെ, അല്ലെങ്കിൽ ധനപരമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ മൂലം കൈകാര്യം ചെയ്താൽ ആ ധനനഷ്ടത്തിനും സാധ്യത കാണുന്നൊരു വർഷം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. അപ്രതീക്ഷിതമായ ധനങ്ങൾ വന്നു ചേരാനും ധനലാഭം ഉണ്ടാകാനും ഈ വർഷം മേടൻ രാശിക്കാർക്ക് ഇടവരുന്നതാണ്. ഇനി ഇടവൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവൻ രാശിക്കാർക്ക് വിശേഷ സ്ഥാനമാനങ്ങളും സദസ്സിൽ അംഗീകാരങ്ങളും ബഹുമതികളും വന്നു ചേരുന്നൊരു വർഷം കൂടിയാണ്. ജനപ്രതിനിധികൾക്ക് പൊതുവെ ഗുണകരമായ കാലം കൂടിയാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഭാര്യാനിമിത്തമോ മറ്റു സ്ത്രീകൾ നിമിത്തമോ ആയി ധാരാളം ധനങ്ങൾ വന്നു ചേരുന്നൊരു കാലം കൂടിയാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ഈ വർഷം ഇടവൻ രാശിക്കാർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. പിന്നീട് നല്ല രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കും. ഐശ്വര്യവും പ്രതാപപുഷ്ടിയും വർദ്ധിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യയിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഏറെക്കുറെ കടങ്ങൾ തീർത്ത് സ്വസ്ഥരാകാൻ
കഴിയുന്നൊരു കാലഘട്ടം കൂടിയാണ് 2025 വിഷുഫലം ഇടവൻ രാശിക്കാർക്ക് സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളുണ്ടായിട്ടുള്ള രോഗങ്ങൾ ശമിക്കും. ഈ വർഷം വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു രാശിക്കാരാണ് ഇടവൻ രാശിക്കാർ. ഇനി മിഥുനൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. മകയിരം നക്ഷത്രത്തിൻ്റെ 2ാം പകുതി, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യ 1/4 ഭാഗം ചേർന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ വർഷം അത്ര ഗുണകരമല്ല. അതികഠിനമായ ചില ദുഃഖങ്ങൾ വന്നു ചേരും. അധികമായ യാത്രാക്ലേശങ്ങൾ വന്നു ചേരാനിടവരും. പഠിതാക്കൾക്ക് അല്പം അശ്രദ്ധ മൂലം പരീക്ഷയിൽ പരാജയങ്ങൾ നേരിടേണ്ടി വരും. വിദ്യാഭ്യാസം തടസ്സപ്പെടാനോ മുടങ്ങാനോ സാധ്യത വരും. പ്രണയ നൈരാശ്യം വന്നു ചേരാൻ കവിതാക്കളുടെ ഇടയിൽ സാധ്യത വന്നു ചേരും. സ്ത്രീകൾ നിമിത്തമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം. ചില അഭിമാന പ്രശ്നങ്ങൾ വന്നു ചേരാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. നാൽക്കാലികൾ നിമിത്തമോ പക്ഷികൾ നിമിത്തമോ ആയി മുറിവോ ക്ഷതമോ ഏൽക്കാൻ ഇടവരും. ചില ധനപരമായ ലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെല്ലാം ചില തടസ്സങ്ങളും വന്നു ചേരാൻ ഇടവരുന്നൊരു കാലം കൂടിയാണ് മിഥുനൻ രാശിക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല ആലോചനകൾ വരും. എങ്കിലും വിവാഹാലോചനകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു. പിന്നീട് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകൻ രാശിക്കാർക്ക് അഥവാ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം പൊതുവിൽ ധനപരമായ ചില മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും വന്നു ചേരും. ജനനേതൃത്വത്തിന് ഇടവരുന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. ഇഷ്ടകാര്യങ്ങൾ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഈ വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരപ്രാപ്തി, ധനപരമായ ലാഭങ്ങൾ, ധർമ്മകാര്യങ്ങളിൽ പണം ചെലവാക്കും. പുണ്യദേവാലയ മതാചാരങ്ങൾക്ക് അല്ലെങ്കിൽ മതാചാരപരമായ ചില വിശിഷ്ട ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ദർശനം നടത്താൻ ഇടവരും. ഭാര്യാഭർത്താക്കന്മാർ സന്തോഷത്തോടെ ജീവിക്കുന്നൊരു കാലഘട്ടം കൂടിയാണത്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. അനേക ഗുണഫലങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് കർക്കിടകൻ രാശിക്കാർക്ക് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യകാൽ ഭാഗം ചേർന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വർഷം പൊതുവിൽ തുടക്കത്തിൽ അല്പം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നീട് കാര്യങ്ങൾ മെച്ചപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും. തൊഴിലിൽ ഉന്നതി, ബിസിനസ്സിൽ പുരോഗതി വന്നു ചേരും. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കത്തക്ക സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കൂടാതെ സുഹൃത്തുക്കൾ മുഖാന്തരം വലിയ ധനലാഭം വന്നു ചേരും. പ്രവൃത്തിയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ അല്പം വാക്കുതർക്കങ്ങൾക്ക് ഇടവരും. അത് ആത്മസമീപനം പാലിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമുണ്ടാകാനും സന്താനങ്ങൾ മുഖേന്തരം നമുക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരു കാലഘട്ടം കൂടിയാണ്. സന്താനങ്ങളെ ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളുന്നൊരു വർഷമാണ്. വിശേഷ വസ്ത്രങ്ങളുടെ ലാഭം, വാഹന ലാഭം മുതലായവയും വന്നു ചേരാനിടവരും. മുൻകാലങ്ങളിൽ സന്താനമില്ലാതെ ചികിത്സയിലിരുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്താന ലബ്ധി ഉണ്ടാകും.
പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്താനും പഠിച്ച വിഷയങ്ങൾ പരീക്ഷ പോലുള്ള സാഹചര്യങ്ങളിൽ ഓർത്തെടുത്ത് വളരെ വ്യക്തമായ രീതിയിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാനുമൊക്കെ സാധിക്കുന്നൊരു വർഷം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം നക്ഷത്രം, ചിത്തിരയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിരാശിക്കാർക്ക് അഥവാ കന്നിക്കൂറുകാർക്ക് പൊതുവിൽ ഈ വർഷം ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനിടവരും. വസ്ത്രവ്യാപാര രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. ഈ വർഷം കന്നിരാശിക്കാർക്ക് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. സന്താനലബ്ധി ഉണ്ടാകും. തൊഴിലിൽ ഉന്നതി പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള ലാഭം വന്നു ചേരുന്നൊരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ തൊഴിലിടം മാറാനോ അല്പം കൂടി ശമ്പളവും അല്പം കൂടി ഉയർന്ന ജോലിയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് വന്നു ചേരാനുമൊക്കെ സാധ്യതകൾ കൂടുതലുള്ള ഒരു വർഷം കൂടിയാണ്. നല്ല വിവാഹബന്ധങ്ങളുണ്ടാകും. എന്നിരുന്നാലും സ്ത്രീകൾ നിമിത്തം ഈ വർഷം ചെറിയ കലഹങ്ങൾക്കോ പരിഭവങ്ങൾക്കോ സാധ്യത ഉണ്ടാകും. ജനപദങ്ങളുടെ നേതൃത്വ വന്നു ചേരും. പല വിധത്തിലുള്ള നല്ല സുഖാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കന്നിരാശിക്കാർക്ക് എന്ന് പറഞ്ഞു വെക്കട്ടെ. ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാൻ രാശിക്കാർക്ക് അഥവാ തുലാക്കൂറുകാർക്ക് ഈ വർഷം പൊതുവിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു വിഷുക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിലിട്ട് വന്നു ചേരാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകാനും ഭൂമിയും വാഹനങ്ങളും സ്വന്തം പേരിൽ ലഭിക്കാനും തൊഴിലിൽ ഉന്നത ലാഭം കൈവരിക്കാനും വരുന്ന ഈ ഒരു വർഷക്കാലം വിഷുഫലത്തോടുകൂടി 2025 വിഷുഫലത്തോടുകൂടി ഒരു വർഷത്തേക്ക് അതീവ ഗുണകരമായൊരു കാലഘട്ടം കൂടിയാണ് തുലാൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. പുണ്യസങ്കേതങ്ങളിൽ അല്ലെങ്കിൽ പുണ്യ ദേവാലയങ്ങളിൽ ദർശനം നടത്തും. അവരവരുടെ മതാചാരപരമായ ചില ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാനും തന്മൂലം ദൈവികത നിറഞ്ഞു നിൽക്കാനും ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണ് വരുന്ന ഒരു വർഷക്കാലം. മുൻകാലങ്ങളിൽ അനുഭവിച്ചു വന്നതായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. കടബാധ്യതകൾ പൂർണ്ണമായും തീർക്കാൻ കഴിയുന്നൊരു വർഷം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഭാഗ്യസിദ്ധി പ്രതീക്ഷിക്കാം. പല വിധത്തിലുള്ള ധനലാഭം വന്നു ചേരും. തന്മൂലം സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. 2025 വിഷുഫലം ഏറെ ഗുണകരം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തുലാൻ രാശിക്കാർക്ക് എന്ന് പറഞ്ഞ് വെക്കുന്നു.